നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വൈവിധ്യവൽക്കരണത്തിന്റെ മറവിൽ ഈസ്റ്റർ പാരമ്പര്യങ്ങൾ ഒഴിവാക്കുവാൻ യുകെയിലെ പ്രൈമറി സ്കൂളിന് നിർദ്ദേശം. ഹാംഷെയറിലെ ഈസ്റ്റ്ലിയിലുള്ള നോർവുഡ് പ്രൈമറി സ്കൂളിലാണ് അധികാരികൾ പുതിയ തീരുമാനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരാഘോഷവും ഉണ്ടാകില്ലെന്ന് സ്കൂളിന്റെ പ്രധാന അധ്യാപിക സ്റ്റെഫാനി മാൻഡർ കത്തിലൂടെ എല്ലാ രക്ഷിതാക്കളെയും അറിയിച്ചു. എന്നാൽ മാതാപിതാക്കളുടെ അഭിപ്രായം അന്വേഷിക്കാതെ സ്കൂൾ അധികൃതർ ഇങ്ങനെയൊരു തീരുമാനം സ്വമേധയാ കൈക്കൊള്ളുകയായിരുന്നു. ബ്രിട്ടനിൽ കുറച്ചു വർഷങ്ങളായി വിവിധ രീതികളിൽ ക്രൈസ്തവ വിരുദ്ധത രൂക്ഷമാക്കുന്നതിന്റെ നേർപ്രതിഫലനമാണിതും. ഇതേ തുടർന്ന് സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിലടക്കം വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് നടക്കുന്നത്. പൊതുജന സമരങ്ങൾക്കെതിരായുള്ള വനം വകുപ്പിന്റെ നടപടികൾ തിരുത്തുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. പൗരന്മാരുടെ നിയമപരമായ അവകാശങ്ങൾക്കെതിരായുള്ള വനം വകുപ്പിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും അടിയന്തരമായി തിരുത്തുവാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. വനംവകുപ്പ് പൊതുജനവിരുദ്ധ വകുപ്പാക്കാതിരിക്കുവാനുള്ള നടപടികളും ജാഗ്രതയും സർക്കാർ പുലർത്തണമെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യുഹാനോസ് മാർ തയോഡോഷ്യസ്, വൈസ് ചെയർമാൻമാരായ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI എന്നിവർ അറിയിച്ചു. സുഡാനിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി മദനി നഗരത്തിൽ നിന്ന് 19 ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു. ജനുവരി 21-ന് സുഡാൻ സായുധ സേനയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ 7 ക്രിസ്ത്യാനികളെയാണ് അറസ്റ്റ് ചെയ്തത്. 2023 ഏപ്രിൽ മുതൽ സായുധ സേനയ്ക്കെതിരെ പോരാടുന്ന അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ പിന്തുണക്കാരാണെന്നാണ് അറസ്റ്റിലായ ക്രൈസ്തവർക്കെതിരെയുള്ള ആരോപണം. അതേസമയം അറസ്റ്റിലായ ക്രിസ്ത്യാനികൾക്ക് RSFുമായി ബന്ധമുണ്ടെന്നതിന് തെളിവുകളൊന്നുമില്ലെന്നും അവരെ ഉടൻ മോചിപ്പിക്കണമെന്നും സുഡാനിലെ സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മേരിലാൻഡിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് മേരീസ് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിക് ചാപ്പൽ 300 വർഷങ്ങൾക്കു ശേഷം പൊതുജനങ്ങൾക്കായി തുറക്കുന്നു. ഏപ്രിൽ മാസം 12-നാണ് ചാപ്പലിന്റെ വാതിലുകൾ തുറക്കുക. 300 വർഷങ്ങൾക്ക് മുമ്പ് അടച്ചിട്ടതിനു ശേഷം ആദ്യമായി സന്ദർശകർക്ക് അൾത്താര, കൂടാരം എന്നിവയുൾപ്പെടെ പൂർണ്ണമായും തുറന്നുകൊടുക്കും. 1667-ൽ നിർമ്മിച്ച ബ്രിക് ചാപ്പൽ 3 നൂറ്റാണ്ടിലേറെയായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. മേരിലാൻഡിന്റെ മതസ്വാതന്ത്ര്യ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ദേവാലയം. ജീവന്റെ വിശുദ്ധിയും മാനവ മഹത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KCYM ഇടുക്കി രൂപതാ സമിതി, പ്രൊലൈഫ് മിനിസ്ട്രി KCYM ഇടുക്കി രൂപതയുമായി ചേർന്ന് ഇരട്ടയാർ, വെള്ളയാംകുടി, വാഴത്തോപ്പ്, തങ്കമണി മേഖലകളിലെ യുവജനങ്ങൾക്കായി KCYM ഇരട്ടയാർ യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സ്പന്ദനം എന്ന പേരിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. സമ്മേളനം പ്രൊലൈഫ് ഡയറക്ടർ ഫാദർ ജോസ് കൊല്ലക്കൊമ്പിൽ ഉദ്ഘാടനം ചെയ്തു. KCYM ഇടുക്കി രൂപതാ പ്രസിഡന്റ് സാം സണ്ണി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഫാദർ ജോസ് കൊല്ലക്കൊമ്പിലിന്റെയും ഇടുക്കി രൂപത KCYM ജനറൽ സെക്രട്ടറി അമൽ ജിജുവിന്റെയും നേതൃത്വത്തിൽ സംവാദ സദസ്സ് നടന്നു. 200ഓളം യുവജനങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.